നല്ല സിനിമയായിരുന്നു. ഉർവശി ഷിമ അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വുമൻസ് ഡേയുടെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ ഒരു സിനിമ വരുന്നത് ഒത്തിരി ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഒരു വുമൺഹുഡിനെ പ്രസൻറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. സോ ഹാപ്പി. പടം ഒന്നും പറയാല്ല, അത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. ഉർവശി ചേച്ചി ശരിക്കും നമ്മളെ കരയിപ്പിച്ചു. ശരിക്കും ഇപ്പോഴത്തെ തലമുറയിൽ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഫാമിലിയിലത്തെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒരുപാട് സന്തോഷം. നല്ല സിനിമ. ഞാനപ്പോൾ അതാ പറഞ്ഞത്, നല്ലൊരു എന്താ പറയുക, നല്ലൊരു മെസ്സേജുള്ള നല്ലൊരു ഹൃദ്യമായ ഒരു പടം. കാരണം നമുക്ക് ഇപ്പോഴത്തെ കാലത്തിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു പടമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അമ്മമാരെയൊക്കെ അമ്പലത്തിൽ ഉപേക്ഷിക്കണു, ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കണം. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ലൊരു മെസ്സേജുള്ളൊരു പടം. ഉർവശി ചേച്ചി ആസ് യൂഷ്വൽ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇത് നമ്മളെപ്പോഴും കണ്ട് രസിക്കുന്ന ഉർവശി ചേച്ചി വളരെ, എല്ലാവരും അതെ, നല്ല മനോഹരമായിട്ടുണ്ട്. നൈസ് എക്സ്പീരിയൻസ്. സങ്കടം വരുമല്ലോ നമുക്ക് എത്രയും, നമുക്കും എല്ലാവർക്കും അച്ഛനമ്മയ്ക്കുള്ളായിരുന്നു. അതെ, നല്ലൊരു താങ്ക് യു സോ മച്ച്. പിന്നെ ഫാമിലി കാണണം, എല്ലാവരും കാണണം, ഫാമിലി മൊത്തം കാണണം. നല്ലൊരു മെസ്സേജ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും കാണാം. താങ്ക് യു സോ മച്ച്. വളരെ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ഉർവശി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഓരോ ദിവസം കൂടുതലും അടിപൊളിയല്ല, മനസ്സ് നിറയ്ക്കണതാണ്. ഒരുപാടായിരുന്നു. അസലായിട്ടുണ്ട്. ഉർവശി നമ്മുടെ എത്രയും ഒരു രക്ഷയില്ല. ഒരു ഇന്റർനാഷണൽ ആക്ടറാണെന്നുള്ളതാണ് ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിലെ പെർഫോമൻസാണ്. 3 ആർട്ടിസ്റ്റുകളുടെയും പെർഫോമൻസ്, എസ്പെഷ്യലി ഉർവശി ചേച്ചി എന്താ പറയുക, എത്ര തവണ ചിരിച്ചു എത്ര തവണ കരഞ്ഞു എന്നറിയില്ല ഈ സിനിമ. എന്താ പറയുന്നത്, അത്രയും ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്. ഗ്രേറ്റ്. 2024 തമിഴ്നാട് സർക്കാരിൻ്റെ സംസ്ഥാന അവാർഡ് ഉർവശി ചേച്ചിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. കാരണം കുടുംബ ബന്ധങ്ങളുടെ ആഴത്തിലുള്ള ഒരു പ്രതിഫലനമാണ് ഇതിൽ കണ്ടത്. നമ്മുടെ സമൂഹത്തിൽ ഇതേപോലെ ഒരുപാട് ബേബിമാരുണ്ട്. അവരുടെ പ്രതിനിധിയായിട്ട് ഉർവശി ചേച്ചി ചെയ്തപ്പോൾ വളരെ നമ്മുടെ മനസ്സിനെയൊക്കെ നൊമ്പരം ഉണർത്തുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ സംവിധായകരും, ഇതൊരു നടന്ന ഒരു സ്റ്റോറിയാണ്. തീർച്ചയായിട്ടും അത് നമ്മളിൽ കണ്ടപ്പോൾ ഒരുപാട് നൊമ്പരങ്ങൾ ഉണർത്തി. ഒരു നല്ലൊരു ചിത്രം കണ്ട ഒരു സംതൃപ്തിയുണ്ട്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് സ്റ്റോറിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ബേബി അമ്മ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ഉർവശി ചേച്ചിയല്ല, ഉർവശി ചേച്ചി ഈസ് ബേബി അമ്മ. ഏറ്റവും വലിയൊരു അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, കണ്ട കാലം മുതൽ ഉർവശി ചേച്ചി എന്നും നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട്. ഇന്നും അത് കുറഞ്ഞിട്ടില്ല എന്നല്ല, കഴിഞ്ഞ മൂവിയിൽ കണ്ടതിനേക്കാൾ എക്സ്ട്രാ എന്തോന്ന് ചേച്ചി ഇടുന്നുണ്ട്. ആ മാജിക് എന്താണെന്നറിയില്ല. ചേച്ചി ലവ് യു ലോട്ട്സ്. യു ആർ ദ സൂപ്പർ സ്റ്റാർ ഓൾവേസ് ഫോർ അസ്. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അതെ, അറിയില്ലായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. ഒരു ക്യാരക്ടർ അതിൽ റിയൽ ആയിട്ടുള്ള ആൾ തന്നെ ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും കരഞ്ഞു പോവുമല്ലോ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. ഓക്കെ, താങ്ക് യു. നല്ല സിനിമയായിരുന്നു. ഉർവശി ചേച്ചിയുടെ ഒരു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. എല്ലാ ഇമോഷൻസും, അതായത് കോമഡി ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ബോൾഡായിട്ട്, അതുപോലെ തന്നെ ഒരു വഴക്കാളിയായിട്ട്, അതുപോലെ ഭയങ്കര ഇമോഷണലായിട്ട് അഭിനയിച്ച് നമ്മളെ കരയിപ്പിച്ചു, ചിരിപ്പിച്ചു. അതുപോലെ തന്നെ ഈ ദേഷ്യം നമുക്ക് എന്തേ കാണിക്കണം, അങ്ങനെ ഭയങ്കര രസമായിട്ട് അഭിനയിച്ച ഒരു സിനിമയെന്ന് പറയാം. ഈ സിനിമയിൽ ചേച്ചി തന്നെയാണ് ഇതിൻ്റെ ഒരു ഹീറോ എന്ന് പറയുന്നത്. അപ്പം ഉർവശി ചേച്ചി ഇങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തിക്കൊണ്ട് ഉള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. സോ എനിക്കറിയില്ല, കുറേ നാളുകൾക്ക് ശേഷം ഇത്രയും എല്ലാ ഇമോഷൻസും കയറി ഇറങ്ങി പോകുന്ന ഒരു സിനിമ. പിന്നെ മൊത്തത്തിൽ എല്ലാ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ അമ്മ എന്നുള്ള ഒരു ബന്ധത്തിനെ കുറിച്ചും വളരെ ഭയങ്കര കൃത്യതയോടെ, അല്ലെങ്കിൽ ഭയങ്കര ഡീപ്പായിട്ട് കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു. ഇപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് കാണാൻ പറ്റിയൊരു സിനിമ. നമ്മൾ ഭയങ്കര ഇമോഷണലായി പോയി എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും അത് നമുക്കത് അവസാനമാണെങ്കിൽ, പിന്നെ ആ പാട്ട്, അവരുടെ ഒരു മ്യൂസിക് ഇട്ടിരുന്നതും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായി പോയ ഒരു സിനിമയാണ്. അപ്പം എന്തായാലും എല്ലാവിധ വിജയവും ആശംസിക്കുന്നു. പിന്നെ ഇതിൽ അഭിനയിച്ചേക്കുന്ന നമുക്ക് ബാക്കിയുള്ള ആക്ടേഴ്സിനെ ഒന്നും അറിയില്ല, പക്ഷേ അവരൊക്കെ വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒട്ടും ബോറടിക്കില്ല. എന്നാൽ ഭയങ്കര
ഭയങ്കര ഒരു സ്പെഷ്യൽ സ്റ്റോറി എന്നൊന്നും പറയാനില്ല, ഒരു ഫാമിലി സ്റ്റോറി തന്നെയാണ്. ഉർവശി വാസ് സൂപ്പർ. എല്ലാവരും പോയി കാണുന്നത് എൻജോയ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ കണ്ടാലേ അത് ശരിക്കും. എന്തായാലും ഐ എം ഷുവർ ചേച്ചി ടു എന്താ പറയണ എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു അവാർഡ് എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് തോന്നുന്നു. അത്രയ്ക്ക്